രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഇട്ടത്. വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയതാണെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എന്താണ് പറയുന്നത്? പ്രധാനമായിട്ടും ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ ഉൾപ്പെടെ, ശബരിമലയിലെ സന്ദർശനത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇയാൾ വാട്സപ്പിൽ ഇട്ടിരിക്കുന്നത്. ആ വാട്സപ്പിലെ വരികൾ ഇങ്ങനെയാണ്: ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും VIP പരിഗണന തൊഴുതുവാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചും യൂണിഫോം ഇട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ 18-ാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികളും RSSും ഒരുവിധ നാമജപ യാത്രയും നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. ഇത് പിണറായി വിജയനോ ഇടത് മന്ത്രിമാരോ ആയിരുന്നെങ്കിലോ എന്താകും പുകില്? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല, എല്ലാം രാഷ്ട്രീയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ശബരിമലയിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ വിമർശിക്കുന്നു, ഒപ്പം തന്നെ ഇടതുപക്ഷത്തെ വെള്ളപൂശുന്ന തരത്തിൽ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതിയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയത് ആചാര ലംഘനമാണ് എന്നുൾപ്പെടെയാണ് ഈ ആലത്തൂരിലെ ഡിവൈഎസ്പി ഇങ്ങനെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. ആലത്തൂർ ഡിവൈഎസ്പി ആയ ആർ മനോജ് കുമാറാണ് ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഈ ഡിവൈഎസ്പി ആയ മനോജ് കുമാറിനോട് ചോദിക്കുമ്പോൾ മനോജ് കുമാർ പറയുന്നത്, ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സാപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നു എന്നുള്ളതാണ്. നീലിമ, ശരി. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.